മലപ്പുറം എടക്കരയിൽ നടന്ന ഒരു ഹണി ട്രാപ്പ് 20th അവറിന്റെ ആദ്യ സ്റ്റോറി അതായിരുന്നു, ആദ്യ എപ്പിസോഡിൽ. ആ ഹണി ട്രാപ്പിൽ എടപ്പലം സിന്ധു എന്ന ആ സ്ത്രീയെ സ്വന്തം വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അന്വേഷണ സംഘം ദ്രുതഗതിയിൽ കാര്യങ്ങൾ നീക്കുകയാണ് എടക്കരയിൽ. സിന്ധുവിന്റെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. സിന്ധുവിന്റെ വീട്ടിലേക്ക് അവർ എത്തുമ്പോൾ ആ വീട്ടിന് ചുറ്റും ജനരോഷം, ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. അത് തന്നെയായിരുന്നു പോലീസ് ഭയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് സന്ധ്യാസമയത്താണ് സിന്ധുവിനെ ആ വീട്ടിലേക്ക്, എടക്കരയിലെ എടപ്പലത്തെ ആ വീട്ടിലേക്ക് എത്തിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ വെച്ചാണ് രതീഷ് എന്ന ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും നഗ്നനാക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നൽകി സിന്ധു പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. സിന്ധു ഭർത്താവായിട്ടുള്ള ശ്രീരാജ്, സിന്ധുവിന്റെ ബന്ധുവായിട്ടുള്ള പ്രവീൺ, നാട്ടുകാരൻ ശ്രീരാജ്, ഇങ്ങനെ ഒപ്പം മറ്റൊരു സുഹൃത്ത് മഹേഷ്, ഇവരാണ് അറസ്റ്റിലുള്ളത്. ഇനി സാബു എന്നൊരു വ്യക്തിയെ കൂടി കണ്ടെത്താനുണ്ട്. ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു. എടക്കര CI കമറുദ്ദീൻ വള്ളിക്കാടൻ, SI സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ തെളിവെടുപ്പ് നടത്തിയത്. 2024 നവംബർ 1 രതീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ നഗ്നദൃശ്യം പകർത്തുകയും ചെയ്തത്. അതിൽ കടം നൽകിയ പണം തിരികെ ചോദിച്ചതിലുള്ള പ്രതികാരമായിരുന്നു. പിന്നീടത് സഹപാഠിയാണ് സിന്ധു സ്വന്തം സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് രതീഷിന്റെ ഈ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു. എങ്ങനെ തകർന്നു പോകാതിരിക്കും അയാൾ? അതാണ് അയാളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനി